once again welcome back to my channel. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്സിക്കൻ ഹാറ്റ് ഡാൻസ് എന്നൊരു റൈമാണ്. പിന്നെ നമ്മൾ കുറച്ച് നോട്ടുകളുടെ പ്രത്യേകത പഠിക്കും. ഇന്ന് നമ്മൾ കീബോർഡ് നോട്ടുകളല്ല പഠിക്കുന്നത്, ജസ്റ്റ് നമ്മൾ ബുക്കിൽ എഴുതുമല്ലോ നമ്മുടെ പിയാനോ നോട്ട്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പിന്നെ കുറച്ച് സിമ്പിൾസും ഒക്കെയാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതുമാത്രമല്ല എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. എൻ്റെ ഇന്നത്തെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്, ഞാനൊന്നും ചെയ്യാൻ പോലെ ആദ്യം കുറച്ച് തിയറി പിന്നെ പോയി പ്രാക്ടിക്കൽ. ഓക്കെ, ഇന്ന് തിയറി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നോട്ടുകളെ പ്രത്യേകതയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ എന്നൊരു ലെവലിൽ നിന്നൊരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുന്നത് കെയിം ഒരു ലെവൽ ഗ്രേഡിലുള്ള ഒരു ബുക്കിലുള്ള ഒരു കുറച്ച് റൈമുകളാണ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല, 2 ഫസ്റ്റ് സെക്കൻഡ് ലൈൻസൊക്കെ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങളത് പഠിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, പറയുന്നത് പോലെ ഒന്നുമല്ല, പിന്നെ നല്ല രസമാണ്. ആദ്യം കുറച്ച് ബിഗിനിങ് അറിഞ്ഞുവിടാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും. കാരണം നമ്മൾ എന്തും പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഇൻസ്ട്രുമെൻസൊക്കെ നമുക്ക് അറിഞ്ഞുവിടെങ്കിൽ അതൊന്ന് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ പഠിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ നമ്മൾ ആ ഒരു ഐഡിയ കിട്ടുമ്പോൾ പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു ലെവലിൽ നമ്മളങ്ങ് പോകും. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. ഓക്കെ, എന്തായാലും നിങ്ങൾക്കും അതുപോലത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് പിയാനോ ക്ലാസ് തരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് പേരും ഇതേപോലത്തെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ഫലമായിട്ടാണ് ഈ പിയാനോ ക്ലാസ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്നെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ആദ്യം പോയി തിയറി പഠിക്കാം. ഓക്കെ, കമാ ഫ്രണ്ട്സ്, നമ്മുടെ നോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോട്ട് ഇന്ന് എന്താണ് പഠിക്കാൻ വേണമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗ്രാൻഡ് സ്റ്റെഫാണ്. അപ്പോൾ ഗ്രാൻഡ് സ്റ്റെഫ് എന്ന് പറയുമ്പോൾ മീനിങ് പോലെ തന്നെ, ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ വലുത്. അപ്പോൾ നമ്മുടെ വലിയ നോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ വലിയ നോട്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ സമയം വായിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് ഈ ഒരു ലൈൻ ആദ്യം വായിച്ചു പോകണം, അടുത്ത് ഈ ഒരു ലൈൻ വായിക്കണം, അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഒരുമിച്ച് വായിക്കേണ്ട സ്ഥലങ്ങളാണ്. ഈ ഒരുമിച്ച് വായിക്കണമെന്ന് കാണിക്കുന്ന സിമ്പിളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. കണ്ടോ, ഇതാണ് സംഭവം, ഇതാണ് ആ സിമ്പിൾ. ഓക്കെ, നമ്മളൊരു ബ്രാക്കറ്റ് ഇടും പോലെ. ഓക്കെ, അപ്പോൾ ഇതിനെ ബ്രേസ് എന്നാണ് പറയുന്നത്, ബ്രേസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു ബ്രാക്കറ്റും പിന്നെ ഈ ഒരു ലൈനും ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കൂടി ചേരുന്നതാണ് ആ സിമ്പിൾ. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ആ സിമ്പിൾ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ച് വായിക്കണം, ഈ 2 നോട്ടും ഒരുമിച്ച് വായിക്കണം എന്നതാണ് ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ട്രബിൾ സ്റ്റെഫ്. ഓക്കെ, ട്രബിൾ സ്റ്റെപ്പ്, അതായത് റൈറ്റ് ഹാൻഡ്. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ്, ദെൻ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ്. ഓക്കെ, നമ്മുടെ റൈറ്റ് ഹാൻഡ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിലത്തെയും ലെഫ്റ്റ് ഹാൻഡിലത്തെയും നോട്ടുകൾ ഒരുമിച്ച് വായിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം. ഇവിടെയൊക്കെ സ്പേസ് ആണ്, ഇവിടെ ഒന്നും വായിക്കേണ്ടതില്ല. ഓക്കെ, ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് വായിച്ച് തുടങ്ങേണ്ടത്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ നോട്ട് നോക്കൂ, സി. ഓക്കെ, CDEFG. ഓക്കെ, അടുത്ത് ഇവിടെ CDEFG. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പോയിട്ട് CDEFG വായിക്കും, പിന്നെ റൈറ്റ് ഹാൻഡിൽ പോയിട്ട് CDEFG വായിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് വായിക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡിന് റെസ്റ്റ് ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് വായിക്കേണ്ട. പക്ഷേ അടുത്ത റൈറ്റ് ഹാൻഡ് വായിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡും വായിക്കേണ്ട. ഓക്കെ, അങ്ങനെയാണ് ഈ നോട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ബേസ് ആയതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ്. പിന്നീട് വരുമ്പോൾ രണ്ടും ഒരുമിച്ചൊക്കെ വായിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്തായാലും അവിടേക്ക് വരാം. നോക്കൂ, അടുത്ത്
bass and treble stuff when joined with a brace മേക്ക് അപ്പ് ദ ഗ്രാൻഡ് സ്റ്റഫ്. അതായത് ഒരു ഗ്രാൻഡ് സ്റ്റഫ് എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ടും ബേസ് ക്ലഫും ട്രബിൾ ക്ലഫും ഉണ്ടായിരിക്കും. അതായത് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒരുമിച്ച് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കുമ്പോഴാണ് അതിനെ ഗ്രാൻഡ് സ്റ്റഫ് എന്ന്, അങ്ങനത്തെ നോട്ടുകളെയാണ് ഗ്രാൻഡ് സ്റ്റഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് ടൈം സിഗ്നേച്ചർ. ഗ്രാൻഡ് സ്റ്റഫ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡിലെ നോട്ട് ഒരുമിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുന്ന നോട്ടുകളെ പറയുന്നതാണ് ഗ്രാൻഡ് സ്റ്റഫ് എന്ന്. അല്ലാതെ കൂടുതലായിട്ടും നമ്മൾ പിയാനോ പഠിക്കുമ്പോൾ ഗ്രാൻഡ് സ്റ്റഫ് എന്താണെന്നൊന്നും ആരും ചോദിക്കാറില്ല. ജസ്റ്റ് നമ്മൾ വായിക്കുന്ന പ്ലേയിങ് എന്തുമാത്രം മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അതിനനുസരിച്ചാണ് നമ്മുടെ അറിവുകളെ ഒക്കെയും അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പേരുകളൊന്നും ഓർത്തിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. കുറേ തിയറിയാണല്ലോ ഇങ്ങനെ പിയാനോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെന്ന് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും ടൈം സിഗ്നേച്ചറിനെ കുറിച്ച് പഠിക്കാം. ടൈം സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ എന്താ ടൈം, സമയം. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. മ്യൂസിക് ആസ് നമ്പേഴ്സ് അറ്റ് ദ ബിഗിനിങ് കാൾ ദ ടൈം സിഗ്നേച്ചർ. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ നോട്ടുകളുടെ ഫ്രണ്ടിൽ ഇതേപോലെ 4/4 ഓക്കെ 3/4 എന്നൊക്കെ എഴുതിയിരിക്കും. അതാണ് നമ്മുടെ ടൈം സിഗ്നേച്ചർ. ഓക്കെ, അതായത് മ്യൂസിക്കിനെ നമ്മൾ മ്യൂസിക്കിൻ്റെ തുടക്കം എത്ര സമയത്തിനാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ബീറ്റിൻ്റെ കൗണ്ട് എങ്ങനെ അതിനെ മെഷർ ചെയ്യും എന്നൊക്കെയാണ് ഈ ഒരു നമ്പറിങ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 4 മീൻസ് 4 ബീറ്റ്സ് ടു ഈച്ച് മെഷർ. അതായത് 4 എന്ന് പറയുമ്പോൾ 4 ബീറ്റുകളാണ് ഉള്ളത്. ഓരോ ബീറ്റുകൾക്കും ഓരോ മെഷറാണ് വരുന്നത്. മനസ്സിലായില്ല? അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചു നമ്മുടെ ക്വാർട്ടർ നോട്ട്, ഹാഫ് നോട്ട്. അപ്പോൾ 4 ബീറ്റാണ് നമ്മുടെ ഒരു ബാറിൽ വരുന്നത്, 4 കൗണ്ട്. അപ്പോൾ ഇവിടെ 4 കൗണ്ടും 1 2 3 4 എന്ന് എഴുതിപ്പോവും. ഈ കൗണ്ട് നമുക്ക് എങ്ങനെ വേണോ ഡിസൈൻ ചെയ്യാം, പക്ഷേ 4 കൗണ്ട് വരണം. ഓക്കെ, ഓരോ നമ്മുടെ നോട്ടുകൾക്കും ഓരോ കൗണ്ട് വെച്ച് നമ്മൾ വായിച്ചു പോകും. ഓക്കെ, അങ്ങനെ ഒരു ഇറഗുലാരിറ്റി ഇല്ലാതൊരു പെർഫെക്ഷനാണ് ഇങ്ങനെ 4 കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിവിടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഞാൻ വരച്ചിരിക്കുന്നത്. ഈ 4/4 എന്ന് കണ്ടാൽ ഇതാണ് നമ്മുടെ 4 നോട്ട്. ഓക്കെ, ഇതിൻ്റെ കൗണ്ട് 1 2 3 4 കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫില്ല് ചെയ്യണം, നോട്ടിനെ ഇങ്ങനെ അടുക്കി ഫില്ല് ചെയ്യണം എന്നിങ്ങനെയാണ് ആ നോട്ട് പോകുന്നത് എന്ന് കാണിക്കുന്ന സിമ്പിളാണ് ഇത് 4/4. ഓക്കെ, അതായത് 1 1 2 3 4 4 കൗണ്ട് 4 നോട്ട്. മനസ്സിലായില്ലേ? 4 കൗണ്ട് 4 നോട്ട്. ഓക്കെ, ഇവിടെ ക്വാർട്ടർ നോട്ടാണ്. ക്വാർട്ടർ നോട്ട് ആയതുകൊണ്ട് 1 ബീറ്റാണ്. അപ്പോൾ നമ്മുടെ ഹാഫ് നോട്ട് വന്നിരുന്നെങ്കിൽ 2 ബീറ്റ് വരും. അതായത് 1 2 3 4 ക്വാർട്ടർ നോട്ട്. അടുത്ത് നമ്മുടെ ഹോൾ നോട്ട് വന്നാൽ 1 2 3 4 ഒരു നോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു നോട്ട് തന്നെ ഇങ്ങനെ അത്രയും സമയം ആ ഒരു ബീറ്റ് വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിനെ വിശദമായിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് ഒതുക്കി പറഞ്ഞു തരുന്നത്, ഒന്ന് ഓർഡർ ചെയ്ത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഈ 4, അതായത് നമ്മൾ ആദ്യത്തെ 4 കാണിക്കുന്നതെന്ന് വെച്ചാൽ ദ ടോപ്പ് നമ്പർ ടെൽസ് ദ നമ്പർ ഓഫ് ബീറ്റ്സ് കൗണ്ട്സ് ഇൻ ഈച്ച് മെഷർ. ടോപ്പ് നമ്പർ കാണിക്കുന്നത് വെച്ചാൽ എത്ര കൗണ്ട് ഉണ്ട്, ഓരോ മെഷറിലും എത്ര കൗണ്ട് ഉണ്ട്. അതായത് ഓരോന്ന് മെഷർ ചെയ്യുന്നത് എത്ര കൗണ്ട് വെച്ചിട്ടാണ് എന്നാണ് നമ്മൾ ടോപ്പ് നമ്പർ കാണിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 4 നോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിന് നമ്മൾ മെഷർ ഇതാണ് നമ്മൾ 4 ഓക്കെ, ഈ 4 ആണ്, ഈ ഒരു 4 നോട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ 4. ഓക്കെ, ദെൻ രണ്ടാമത്തെ താഴെ എഴുതിയിരിക്കുന്ന 4ൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ബോട്ടം നമ്പർ ടെൽസ് ദ കൈൻഡ്സ് ഓഫ് നോട്ട് ദാറ്റ് ഗെറ്റ് 1 ബീറ്റ്. ഒരു ബീറ്റിൽ ഏത് രീതിയിലുള്ള നോട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വാർട്ടർ നോട്ട് ഉപയോഗിച്ചു. അടുത്ത് നമ്മുടെ ഹാഫ് നോട്ടാണോ, അടുത്ത് അത് വരുമ്പോൾ ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മുടെ വോൾ നോട്ടാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൗണ്ടിങ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 4/4 എന്താണെന്ന്, 4/4 ഇങ്ങനത്തെ സൈൻ സിഗ്നേച്ചർ എന്താണെന്ന് എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് വരുമ്പോൾ ഒരു നോട്ട് എഴുതി ഈ ഒരു നോട്ട് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. യെസ്, നമ്മുടെ ഗ്രാൻഡ് സ്റ്റഫാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇനി ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്ന് പറയുന്നത് റസ്റ്റ് സിമ്പിളാണ്. അതായത് ദ സൈൻ ഇറ്റ് ഈസ് എ വോൾ റസ്റ്റ്, ലെഫ്റ്റ് ഹാൻഡ് ഈസ് സൈലൻറ്റ് എ വോൾ മെഷർ. അതായത് റസ്റ്റാണ്, അവിടെ ഒന്നും വായിക്കേണ്ടതില്ല, ജസ്റ്റ് റസ്റ്റ് എന്നൊരു സിമ്പിളാണ്.
അവിടെ ഒന്നും വായിക്കേണ്ട, റെസ്റ്റാണ് ആ സിമ്പിൾ. ഓക്കെ, ചുമ്മാ കൈ വെച്ചുകൊണ്ടിരിക്കുക എന്നൊരു സിമ്പിളാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി റെസ്റ്റ് സിമ്പിൾ നമ്മൾ ഇതാണ് സിമ്പിൾ. ദെൻ നമ്മൾ നോട്ട് എന്താണെന്ന് നോക്കാം. ഇതാണ് ആദ്യം നമ്മൾ വായിക്കേണ്ടത് റൈറ്റ് ഹാൻഡിലാണ്. റൈറ്റ് ഹാൻഡിലെ സിമ്പിൾ ഇതെന്തോ നമ്മുടെ ട്രബിൾ സ്റ്റഫാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ച് വായിക്കേണ്ട നോട്ടുകളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോകുന്തോറും സിയോ ഡിയോ നമ്പേഴ്സ് ഒന്നും എഴുതിയിരിക്കത്തില്ല. ജസ്റ്റ് ആ ലൈനിൻ്റെ പൊസിഷൻ വെച്ച് നിങ്ങൾ ഏത് നോട്ടാണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ ഒരു എക്സസൈസ് ഇവിടെ വന്നിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സി. ഓക്കെ, ഇങ്ങനെ താഴെ അടക്കുന്നു. അടുത്ത് നമ്മുടെ ഡി, ലാസ്റ്റ് ലെജർ ലൈൻ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി ഡി, ദെൻ നടുക്കിരിക്കുന്നു. ഓക്കെ, ആ ലൈൻ്റെ നടുക്കായിട്ടാണ് അടുത്തത്. അപ്പോൾ ഇ, സി ഡി ഇ എഫ്, വീണ്ടും ജി ജി ജി. ഇത് നമ്മുടെ ഹാഫ് നോട്ടാണ്. കൗണ്ട് 1 2. അതുകൊണ്ടാണ് അടുത്ത നോട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം നമ്മുടെ സി ഡി ഇ എഫ് ജി ജി ജി. ഓക്കെ, ദെൻ ജി എഫ് ഇ ഡി സി സി സി. ഇവിടെ നമ്മുടെ ഒരു കൗണ്ട് ഇല്ല, കാരണം ഇതൊരു ഹാഫ് നോട്ട് ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലായല്ലോ. ഈ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. അതായത് സി ഡി ജി ഡി ജി സി ഡി ഇ എഫ് ജി ജി ജി, പിന്നെ ജി എഫ് ഇ ഡി സി സി സി. ഇതാണ് നമ്മുടെ നോട്ട്. ഓക്കെ, ആദ്യം നമ്മൾ റൈറ്റ് ഹാൻഡിലാണ് വായിക്കുന്നത്. അടുത്ത് നോക്കാം. അടുത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് വായിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിലാണ് വായിക്കുന്നത്. ദെൻ അപ്പോൾ ഇത്, അതായത് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒരുമിച്ചാണ് നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് ഈ സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു ഇനിയുള്ള നോട്ടുകളൊക്കെ ഒരുമിച്ചുള്ള നോട്ടുകളായിരിക്കും, മറക്കരുത്. ദെൻ നമുക്ക് നോക്കാം. ഇതടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ, അതും നമ്മുടെ സെയിം നോട്ട് തന്നെ. സി ഡി ഇ എഫ് ജി ജി ജി, ദെൻ ജി എഫ് ഇ ഡി സി സി സി. ആദ്യത്തെ നോട്ട് നമ്മൾ റൈറ്റ് ഹാൻഡിൽ വായിക്കുന്നു, ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുന്നു. ഇനി നമുക്കിതെങ്ങനെയാണ് കീബോർഡിൽ വായിക്കേണ്ടതെന്ന് നോക്കാം. ശരി, നമുക്കിത് കീബോർഡിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് അടുത്ത മെക്സിക്കൻ, നമ്മുടെ അടുത്ത ഇന്നത്തെ മെയിൻ പോർഷനായിട്ടുള്ള മെക്സിക്കൻ ഹാഡ് ഡാൻസ് എന്നൊരു പാട്ടിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കീബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് മെക്സിക്കൻ ഹാഡ് ഡാൻസ് വായിക്കേണ്ടത് നോക്കാം. ഇതാണ് നമ്മുടെ മെക്സിക്കൻ ഹാഡ് ഡാൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ കീസും വായിക്കേണ്ടത്, ഏത് കീസാണെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ വായിക്കുന്നത് ജി. ഓക്കെ, ജി. ദെൻ ഇ ആണ്, ജി ഇ റെസ്റ്റ്, പിന്നെ ജി ഇ റെസ്റ്റ്, പിന്നെ ഡി ഇ എഫ് ഡി, ദെൻ എഫ് സി റെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ മെക്സിക്കൻ ഹാഡ് ഡാൻസ് വായിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ മെക്സിക്കൻ ഹാഡ് ഡാൻസ്. നമുക്ക് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് കിട്ടും, എളുപ്പമാണ്. യെസ്, അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പോർഷനായ മെക്സിക്കൻ ഹാഡ് ഡാൻസ് എന്നൊരു പാട്ടിലേക്ക് വരാം. ഓക്കെ, ആ റൈമിലേക്ക് വരാം. ഓക്കെ, ഈ സിമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ടൈം സിഗ്നേച്ചർ, അതായത് ഓരോ നോട്ടുകളുടെയും കൗണ്ട്, ഒരു കൗണ്ട് 1 1 2 3 4. ഓക്കെ, ദെൻ ഇതിവിടെ നോക്കിയാൽ ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിനൊക്കെ ഫ്രീ ആണ്. റൈറ്റ് ഹാൻഡിന് ഒന്നും വായിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിലത്തെ വാമപ്പാണ്. വാമപ്പല്ല, നോട്ടാണ് എല്ലാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു പുതിയൊരു സിമ്പിൾ കാണാൻ പറ്റും. ഇതാണ് സിമ്പിൾ. ഓക്കെ, ഇതാണ് സിമ്പിൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്വാർട്ടർ റെസ്റ്റിനെ കാണിക്കുന്ന സിമ്പിളാണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചു ക്വാർട്ടർ നോട്ട്, അതായത് കൗണ്ട് 1 കൗണ്ട്, അതായത് ഈ നോട്ട് ഇത് ക്വാർട്ടർ നോട്ടാണ്, ഇത് ക്വാർട്ടർ നോട്ടാണ്. ഓക്കെ, ഇത് ക്വാർട്ടർ നോട്ടാണ്, ഇത് ക്വാർട്ടർ നോട്ടാണ്. എൻ്റെ കൗണ്ടൊക്കെ 1 ആണ്. 1 കൗണ്ട് വരുന്ന നോട്ടുകളെയാണ് ക്വാർട്ടർ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്വാർട്ടർ നോട്ട് നമ്മൾ ഒരു ക്വാർട്ടർ റെസ്റ്റ്, അതായത് ഒരു നോട്ട് വായിക്കേണ്ട സമയം റെസ്റ്റ്, അവിടെ ഒന്നും വായിക്കേണ്ടില്ല. അതായത് നമ്മൾ കീബോർഡിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഈ സിമ്പിൾ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ
2 ക്വാർട്ടർ നോട്ട് വായിക്കുന്ന സമയം ഈ ഒരു ജി എന്ന് പറയുന്ന ഒരു നോട്ട് 2 ക്വാർട്ടർ നോട്ട് വായിക്കേണ്ട സമയം നമ്മൾ ആ കീയിൽ പ്രസ് ചെയ്യണം. പക്ഷേ ഈ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൈ എടുക്കാം. ഓക്കെ, ഫ്രീ ആണ്. കാരണം കീബോർഡിൽ നമുക്ക് ടച്ച് ചെയ്യേ വേണ്ട. ആ ഒരു നോട്ട് വായിക്കുന്ന സമയം നമുക്ക് പെട്ടെന്ന് കൈ എടുക്കാം. കീബോർഡിലെ ഒരു സൗണ്ടും നമുക്ക് ആ സമയം വായിക്കാൻ പാടില്ല. ഇതെന്ന് പറയുമ്പോൾ റസ്റ്റ് അല്ല, പക്ഷേ ഒരു 2 നോട്ട് വായിക്കുന്ന സമയം ജി എന്നൊരു നോട്ട് നമ്മൾ വായിക്കണം. ഓക്കെ, അതാണ് ഈ 2 നോട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് നോക്കാം. അപ്പോൾ ഒരു ക്വാർട്ടർ റെസ്റ്റാണ്. ഇതൊരു ക്വാർട്ടർ റെസ്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ ആ ബാർ മൊത്തം റെസ്റ്റാണ്. ആ ബാറിലൊന്നും വായിക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ ഒരൊറ്റ ബീറ്റ്, ഒരൊറ്റ കൗണ്ട് റെസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ജി എന്ന് പറയുന്നത് ഹാഫ് നോട്ടാണ്. അപ്പോൾ 2 പ്രാവശ്യം 2 ക്വാർട്ടർ നോട്ട് വായിക്കുന്ന സമയം നമ്മുടെ ജി വായിക്കണം. ദെൻ ജി, ദെൻ ഇ, ജി ഇ, ദെൻ റെസ്റ്റ്, വീണ്ടും ജി ഇ റെസ്റ്റ്, പിന്നെ ഡി ഇ എഫ് ഡി, പിന്നെ എഫ് സി. ഓക്കെ, നോക്കാം ഒരു കൂടെ. ജി ഇ റെസ്റ്റ്, ജി ഇ റെസ്റ്റ്, ഡി ഇ എഫ് ഡി, എഫ് സി, പിന്നെ റെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ നോട്ട് എഴുതിയെടുക്കണമെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, then എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് വരച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു പ്ലേയിങ് എങ്ങനെയാണ് കീബോർഡിൽ വായിക്കേണ്ടതെന്ന് കൂടെ നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാകും. ഓക്കെ, നമുക്ക് എന്തായാലും കീബോർഡിൽ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ഒന്ന് വായിച്ചു തരാൻ പോവുകയാണ്. സെക്കൻഡ് ഒക്കേഷനിലാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സിമ്പിൾ എക്സസൈസ് ആണ്. അതായത് സി സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നല്ലൊരു റൈമുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ് ഞാൻ തരികയാണ്. നന്നായിട്ട് കീബോർഡ് പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്താൽ മതിയാകും. അത് അത്രയ്ക്ക് പഠിക്കാനുള്ളൂ. അത്രയും സമയം നിങ്ങൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല കീബോർഡ് പിയാനിസ്റ്റൊക്കെ ആയിട്ട് മാറാം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ലൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ this is Nivia signing off.